ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ യുവതിക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായി അടുത്ത ബന്ധം. എക്സൈസ് പിടികൂടിയ തസ്ലീന സുൽത്താന നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ലഹരി കൈമാറിയെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. പിന്നെ ഭയങ്കര സുഖം. നീ കാരണം ഞാനിപ്പോ ഈ നിലയിലെത്തിയില്ലേ? ബാക്കി ആൾക്കാർക്ക് എല്ലാവരോടുണ്ട്. ഞാൻ ഒരു പുതിയൊരു കോള് കേട്ടോ വന്നേക്കാ. ഞാനൊരു പഴയ കോള് വെച്ചിട്ടുണ്ട് നിനക്ക്. എന്തോ ഒരു ലൂപ്പടേത് ശ്രീനാഥ് വാസി, ഷൈൻ ടോം ചാക്കോ. ട്രസ്റ്റ് മീ ഫോർ വൺ തിങ്, ഈ രണ്ട് പേരുകളിൽ നിൽക്കുന്നതല്ല ഓക്കെ ഈ ഒരു ലഹരിയുടെ ഉപയോഗം സിനിമ ഇൻഡസ്ട്രിക്കകത്ത്. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ അടിയുടെ? നൈസായിട്ടെ അയാളെ പിടിച്ച് അടുപ്പിലിട്ടിട്ട് നമുക്ക് എങ്ങോട്ടും പോകാലൂടെ? എങ്ങാട്ട് പോകാനാണ്? ഇനി ബാങ്കോക്കിലോട്ട് പോയി അവര് വെടിവെച്ചു കൊല്ലും. കേരളത്തിലോട്ട് പോകാന്ന് വെച്ചാ കേരള പോലീസ് നല്ല ഇടിയാരുമല്ലേ? ഓ, ഇരുവരുമായുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു. കൊടി കുത്തിയപ്പം അഡ്രസ്സും കൂടി എഴുതി വെച്ചത് ഏതായാലും നന്നായി. കൃത്യമായിട്ട് എത്താൻ പറ്റും. പ്രതികരണം കാണാം. കേസിലെ പ്രതിയാണ് ഇതിപ്പോ ഇവിടെ നമുക്ക് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് വരുന്നു എന്ന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേസ് കണ്ടെടുത്തത്. സിനിമാ മേഖലയിൽ ആൾക്കാരും ഉണ്ട്, ഇതിൽ ഇൻവോൾവ് ഉണ്ട്. അതിൽ കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഒന്ന് രണ്ട് പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. എടാ ഫോട്ടോ എടുക്കാൻ പോണം. ചേട്ടാ ഒരു മിനിറ്റ്. അയ്യോ, ഞാൻ കണ്ണടച്ചാന്ന് ഒരു സംശയം. ഒരെണ്ണം കൂടെ പ്ലീസ്. വർക്കിച്ചേട്ടാ, നാളത്തെ പത്രത്തിന്റെ ഹെഡ്ലൈൻ കുറിച്ചോളൂ. പിടികിട്ടാ പുള്ളിയായ തൊരപ്പ കൊച്ചുണ്ണിയെ CID ബുസ പിടികൂടിയിരിക്കുന്നു. വർക്കിച്ച ഇതുകൂടി കുറിച്ചോ. അതിവിദഗ്ധമായ രീതിയിൽ തൊരപ്പൻ കൊച്ചുണ്ണി CID മൂസയുടെ കയ്യിൽ നിന്ന് ഊരിപ്പോയെന്ന്. അവൻ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഊരിപ്പോയി. വിടരുത് അവനെ.